ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ഭ്രൂണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം തമിഴ്നാട് കേന്ദ്രീകരിച്ച് ധൻബാദ് എക്സ്പ്രസിന്റെ S3, S4 കോച്ചുകളിൽ സഞ്ചരിച്ച മുഴുവൻ യാത്രക്കാരുടെയും മൊഴി രേഖപ്പെടുത്തി. ഓഗസ്റ്റ് 15-നാണ് ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസിൽ ഉപേക്ഷിച്ച നിലയിൽ ഭ്രൂണം കണ്ടെത്തിയത്. വിവരങ്ങളുമായി ഷാജഹാൻ ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. ഷാജി, അതായത് ഇപ്പോൾ തമിഴ്നാട് കേന്ദ്രീകരിച്ചാണോ അന്വേഷണം ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? ഈ യാത്രക്കാരുടെ മൊഴിയെടുത്തതിൽ നിന്നാണോ അത്തരത്തിലൊരു സംശയത്തിലേക്ക് ഇപ്പോൾ അന്വേഷണ സംഘം എത്തിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത്. അതായത് ഈ ട്രെയിനിൽ നിന്നും യാത്ര ചെയ്ത യാത്രക്കാരുടെ ഒക്കെ തന്നെ വിവരങ്ങൾ ശേഖരിച്ചു. അതിനുശേഷം ഇവർ നടത്തിയ അന്വേഷണത്തിലാണ് തമിഴ്നാട്ടിലേക്ക് ഇപ്പോൾ അന്വേഷണം വ്യാപിക്കുന്നത്. തമിഴ്നാട്ടിൽ നിന്നൊരു സ്ത്രീയിലാണ് ആ സീറ്റിൽ യാത്ര ചെയ്തിരുന്നത്. അവരാണ് ഇതിന് ഈ കുഞ്ഞിന്റെ ഭ്രൂണം അവിടെ ഉപേക്ഷിച്ചിട്ട് പോയത് എന്ന സംശയത്തിൽ തന്നെയാണ് ഇപ്പോൾ അന്വേഷണ സംഘം നീങ്ങുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നേരത്തെ ആലുവ മുതൽ ആലപ്പുഴ വരെയുള്ള എല്ലാ ഹോസ്പിറ്റലുകളിൽ പരിശോധന നടത്തിയിരുന്നു. പക്ഷേ കാര്യമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ ലഭ്യമായിരുന്നില്ല. ഇതേ തുടർന്ന് കൂടുതൽ സീറ്റും അതിന്റെ ഡീറ്റെയിലും എടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുന്നത്. ശരി.